ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന. സമ്മർ ട്രാൻസ്ഫർ ജാലകം ഇപ്പോൾ സജീവമായി കൊണ്ടിരിക്കുകയാണ്. പല ക്ലബ്ബുകളും തങ്ങളുടെ ശക്തി വർദ്ധിപ്പിച്ചു തുടങ്ങിയിട്ടുണ്ട്. നേരത്തെ അർജന്റീൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ നമ്മൾ നൽകിയിരുന്നു. ഇനിയിപ്പോൾ 3 ബ്രസീലിയൻ താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ആദ്യത്തെ താരം അത് ഡഗ്ലസ് ലൂയിസ് ആണ്. നിലവിൽ യുവന്റസിന് വേണ്ടി കളിക്കുന്ന ഈ ബ്രസീലിയൻ താരത്തെ ഒഴിവാക്കാൻ ക്ലബ്ബ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുണ്ട്. 3 ക്ലബ്ബുകൾ അദ്ദേഹത്തിന് വേണ്ടി രംഗത്തുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ഫുൾഹാം, എവേർട്ടൺ എന്നിവരാണ് ആ 3 ക്ലബ്ബുകൾ. നേരത്തെ പ്രീമിയർ ലീഗിൽ കളിച്ച് പരിചയമുള്ള താരമാണ് ഡഗ്ലസ് ലൂയിസ്. അദ്ദേഹം പ്രീമിയർ ലീഗിലേക്ക് തന്നെ തിരിച്ചെത്താനാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ സാധ്യതകൾ കാണുന്നത്. ഇനി രണ്ടാമത്തെ താരം അത് എഡേഴ്സൺ ആണ്. അതായത് ഇറ്റാലിയൻ ക്ലബ്ബായ അറ്റ്ലാന്റയുടെ മധ്യനിര താരമാണ് എഡേഴ്സൺ. ഈ ബ്രസീലിയൻ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, യുവന്റസ്, ഇന്റർ മിലാൻ എന്നിവർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ 60 മില്യൺ യൂറോയാണ് അറ്റ്ലാന്റ ആവശ്യപ്പെടുന്ന തുക. അതായത് വളരെ എളുപ്പത്തിൽ ഈ താരത്തെ സ്വന്തമാക്കാൻ കഴിയില്ല. വലിയൊരു തുക അദ്ദേഹത്തിന് വേണ്ടി ചിലവഴിക്കേണ്ടി വരുന്നു എന്നുള്ളതാണ്. ഇനി മൂന്നാമത്തെ താരം അത് റഫേൽ വെയ്ഗയാണ്. ബ്രസീലിയൻ ക്ലബ്ബായ പാൽമറാസിന് വേണ്ടിയാണ് വെയ്ഗ ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. 30-കാരനായ ഈ താരത്തെ സ്വന്തമാക്കാൻ വേണ്ടി ഇന്റർ മിലാൻ, അതുപോലെ തന്നെ അമേരിക്കൻ ക്ലബ്ബായ ഡല്ലാസ് FC എന്നിവർ രംഗത്ത് വന്നിട്ടുണ്ട്. പക്ഷേ ഈ താരത്തെ കൈവിടണമെന്നുണ്ടെങ്കിൽ വലിയ തുകയാണ് ഈ ബ്രസീലിയൻ ക്ലബ്ബ് ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. 60 മില്യൺ യൂറോയോളം അവർ ഈ താരത്തിന് വേണ്ടി ആവശ്യപ്പെടും എന്നുള്ളതാണ്. നേരത്തെയും യൂറോപ്പിൽ നിന്ന് ഈ താരത്തിന് വേണ്ടി ഒരുപാട് ഓഫറുകൾ വന്നിരുന്നു. പക്ഷേ പാൽമിറാസ് അതെല്ലാം നിരസിക്കുകയായിരുന്നു. ഇപ്പോഴും യൂറോപ്പിൽ നിന്ന് അദ്ദേഹത്തിന് ഓഫറുകൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഈ 3 താരങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള അപ്ഡേറ്റുകളാണ് നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുള്ളത്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വീണ്ടും കാണാം.